മാജിക് എന്ന് പറയുന്നതും ഇതാണ്. തൈര് ഇതേ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കറുപ്പും വെറും ഒറ്റ ദിവസം കൊണ്ട് തുടച്ചു മാറ്റാം. ഇവിടെ ലൈവ് ചേഞ്ചസ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടോ. എന്താണ് സംഭവം എന്നുള്ളത് പറയാം, വീഡിയോയിലേക്ക് പോകാം. ഒറ്റ ദിവസം കൊണ്ട് ചർമ്മം വെളുക്കാം എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. ഉറപ്പായും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചർമ്മത്തിനകത്തുണ്ടാവുന്ന പാടുകളും നിറക്കുറവും ഒക്കെ മാറ്റി ചർമ്മം നല്ല പോലെ തിളക്കം വെക്കാൻ ഒറ്റ ദിവസം കൊണ്ട് സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെയുള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ആ ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചർമ്മം വെളുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന നശിച്ച കോശങ്ങളൊക്കെ ഇല്ലാതായി നല്ല ജീവനുള്ള കോശങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കും. സ്കിന്നിനകത്തെ ഡെഡ് സെല്ലുകളുണ്ടല്ലോ അതൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി നല്ല സെല്ലുകളെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ പാക്ക്. തൈര് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. റൈസ് പൗഡർ വേണം. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിന്റെ ഡെഡ് സ്കിൻ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അതിലടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും സ്കിന്നിനകത്തെ നിറം വെപ്പിക്കാൻ സഹായിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ആണ് നമുക്ക് റൈസ് പൗഡർ വേണ്ടത്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓറഞ്ച് പീൽ പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതായത് ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതാണ്. ഈ ഓറഞ്ച് നമ്മൾ മേടിച്ചതിന് ശേഷം അതിന്റെ തൊലി എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ കളയാതെ അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന പാക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അതിൽ ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. സ്കിൻ പെട്ടെന്ന്, അതായത് അതിനകത്ത് വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെയാണ് ഓറഞ്ചിന്റെ തൊലിക്കകത്തും. അത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിൻ നല്ല രീതിയിൽ തിളക്കം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഞാൻ അങ്ങനെ കുറേ ഉണ്ടാക്കാണ്. ഓറഞ്ചിന്റെ സീസൺ വരുമ്പോൾ തൊലി ഒന്നും കളയാതെ അത് ഉണക്കിയതാ ഈ രീതിയിൽ പൊടികൾ ഉണ്ടാക്കി ഞാൻ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതിൽ നിന്ന് ഞാൻ എടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ പീൽ പൗഡർ ആണ് ചേർക്കുന്നത്. ഓറഞ്ചിന്റെ പീൽ പൗഡർ ചേർത്ത് ഇനി ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി പൗഡർ. മുൾട്ടാണി മിട്ടി പൗഡർ നമ്മുടെ സ്കിന്നിന്റെ ഡെഡ് സ്കിൻ ഇല്ലാതാക്കാനും സ്കിൻ ഇല്ലാതാക്കിയിട്ട് നല്ല ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം വെക്കാനും അനാവശ്യമായിട്ടുള്ള ഓയിലുകളെ വലിച്ചെടുക്കാനും നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കും. ഇനി നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ്. തൈര് വേണ്ടത് പുളിയില്ലാത്ത തൈര് തന്നെ വേണം എടുക്കാനായിട്ട്. പുളിയുള്ള തൈര് ഒരു കാരണവശാലും എടുക്കല്ലേ. നമ്മുടെ സ്കിന്നിന് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും സ്കിന്നിന് അത് മറ്റു ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. പുളിയുള്ള തൈര് ഒരു കാരണവശാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എടുക്കരുത്, അത് നല്ലതല്ല. ഇതാ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ തൈര് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. കട്ട കെട്ടാൻ പാടില്ല. നല്ല പോലെ എല്ലാം ജോയിൻ ചെയ്ത് എടുക്കേണ്ടതാണ്. പരുവത്തിലായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു മാറ്റമൊക്കെ നിങ്ങളെ കാണിക്കാം. നമ്മുടെ പാക്ക് തയ്യാറാക്കിയത് കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റിനുള്ള റിസൾട്ട് നോക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ച് തളിച്ചു കൊടുത്തിട്ട് ഞാനിത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കണം, എപ്പോഴും അങ്ങ് ഉണങ്ങാൻ വേണ്ടി കൂടുതൽ നേരം വെക്കരുത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാക്ക് വലിച്ചെടുക്കുകയും അതുമൂലം സ്കിൻ പെട്ടെന്ന് തന്നെ ചുളിവ് വീഴാനും പിന്നെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനും ഒക്കെ വളരെയധികം ചാൻസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും കൂടുതൽ അങ്ങ് ഉണങ്ങി അങ്ങ് മൊത്തം സ്കിന്നിൽ പിടിക്കണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. ഒരു 3 മിനിറ്റ് മാത്രം മതി കേട്ടോ. എന്തായാലും നമുക്ക് തുടയ്ക്കാം. വാവ്, റിസൾട്ട് കണ്ടോ? സംഭവം കിടുവാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ, അടിപൊളിയാണ്. തുടച്ചോടുള്ള മാറ്റോടെ നോക്കാം. വാവ്, സൂപ്പർ സംഭവം കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, സംഭവം കിടുവാണ്. കണ്ടോ, റിസൾട്ടൊക്കെ കണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് ചർമ്മത്തിൽ നിന്ന് പാടുകളൊക്കെ തുടച്ചു മാറ്റി ചർമ്മം വെളുപ്പിക്കാൻ ഇതിലും വലിയ മാർഗം ഇനി സ്വപ്നത്തിലാണ് മക്കളെ. എന്തായാലും ചെയ്തു നോക്കണേ. ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.